أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. قال الله عز وجل. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാക്കപ്പെട്ട മതമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാക്കപ്പെട്ട മതം ഇസ്ലാം മാത്രമാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെയും അവിടുത്തെ ഹദീസിലൂടെയും ഒക്കെ, പ്രവാചകന്റെ ഹദീസിലൂടെയും ഒക്കെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കുക എന്നുള്ളത് ഓരോ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഓരോ സത്യം മനസ്സിലാക്കിയ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അത് ഒരു പ്രസംഗത്തിലൂടെ മാത്രമല്ല വിശുദ്ധ ദീൻ പ്രചരിപ്പിക്കുക എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. നമ്മുടെ സ്വഭാവങ്ങൾ കൊണ്ട് വിശുദ്ധ ദീനിനെ നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കും. ഒരാൾ നന്മയിലേക്ക് നയിക്കാൻ നമ്മുടെ സ്വഭാവം കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ മറ്റു രീതിയിലുള്ള ഇടപെടലുകൾ, അതുപോലെ തന്നെ നമ്മുടെ വായ കൊണ്ട് ഒക്കെ നമുക്ക് ദീൻ പ്രചരിപ്പിക്കാൻ സാധിക്കും. നമ്മളറിഞ്ഞ നല്ലതിനെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കൽ ദീൻ പ്രചരിപ്പിക്കലാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൽ ദീൻ പ്രചരിപ്പിക്കലാണ്. നമ്മുടെ വസ്ത്രധാരണത്തിലൂടെ മാന്യതമായിരിക്കുന്ന അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലുമൊക്കെ നമ്മോട് കൽപ്പിച്ച മാന്യമായിരിക്കുന്ന വസ്ത്രധാരണ രീതികളിലൂടെ ദീൻ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ എല്ലാ മേഖലകളിലൂടെയും മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ മേഖലകളിലും ദീൻ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുണ്ട്. അങ്ങനെ ദീൻ പ്രചാരണങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നതും ദീനീ വിജ്ഞാനങ്ങൾ പരസ്പരം കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുമിച്ച് കൂടലുകളും, അതിനുവേണ്ടിയുള്ള സംഘടിക്കലും, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. നമ്മളറിഞ്ഞതിനെ മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കുക, നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതിന് ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഹദീസ് പഠന ക്ലാസ് ആരംഭിച്ച് 9 ദിവസം പിന്നിടുകൊണ്ടായി. ഇന്ന് 9ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബിലെ ഹദീസുകളും ആയത്തുകളുമാണ് നാം 8 ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് വിവരിച്ചു തന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവരിച്ചതിൻ്റെ ബാക്കി ഇന്ന് നമുക്ക് വിവരിക്കാം, നമുക്ക് അനുവദിക്കപ്പെട്ട സമയത്ത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിന്തിക്കുക. നമ്മൾ അറിഞ്ഞതിനെ മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കുക, അത് നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാകണം എന്ന് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. നമ്മളൊരു തിന്മ കണ്ടാൽ അത് വിരോധിക്കാൻ കൽപ്പിക്കുകയും
നന്മ ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനോ അതിൽ നിന്നും മാറി നിൽക്കാനോ ഒരാൾക്കും സാധ്യമല്ല. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഞാൻ ഓതിയ വല്ലസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വല്ലസ്ർ കാലം തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെക്കുറിച്ച് സത്യം ചെയ്യുകയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം തീരാ നഷ്ടത്തിലാണ്. മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. ആരോഗ്യ സ്വാലിഹീങ്ങളും ഹക്ക് കൊണ്ട് ഹക്ക് പറയുന്നവർ, ഹക്കിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരും, ക്ഷമ കൊണ്ട് പരസ്പരം ക്ഷമയും ഹക്കും അഥവാ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമും അതുപോലെ ക്ഷമയുമൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവർ ഒഴികെ. ആരാധിക്കുന്നവർ എന്നല്ല ഇവിടെ പറഞ്ഞത്. ആരാധിക്കുന്നവരെ കുറിച്ചല്ല പറഞ്ഞത്, നിസ്കരിക്കുന്നവരെ കുറിച്ചല്ല, നോമ്പനുഷ്ഠിക്കുന്നവര് ഒക്കെ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നല്ല പറഞ്ഞത്. ഇവിടെ നഷ്ടത്തിലാകുന്നത് ഹക്ക് പറയാത്തവർ, ഹക്ക് പറഞ്ഞു കൊടുക്കാത്തവർ, സത്യം എത്തിയിട്ടും ആ സത്യസന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നന്മ പറഞ്ഞു കൊടുക്കാത്തവർ, നന്മ കൽപ്പിക്കാത്തവരൊക്കെ നഷ്ടത്തിലാണ് എന്ന് അല്ലാഹുവാണ് പറയുന്നത്. അതുകൊണ്ട് വെറും നോമനുഷ്ഠിക്കലും വെറും ഇബാദത്തും മാത്രമാണ് ഇസ്ലാം എന്നാരും വിചാരിക്കണ്ട. അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നും ആരും കരുതേണ്ട. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം അറിയിച്ചു കൊടുക്കാത്തവര് നഷ്ടത്തിലാണ് എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ചിന്തിക്കൂ. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് ഏത് മാർഗവും സ്വീകരിക്കാം. ആധുനിക യുഗത്തില് ഇന്ന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനം പലരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ഹദീസ് പഠന ക്ലാസ്സിലും എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾക്കറിയുന്നത് നമ്മൾ മറ്റുള്ളവരിലേക്ക് വാക്കാൽ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ മറ്റുള്ളവരിലേക്ക് വാക്കുകളിലൂടെ എത്തിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ മറ്റേതെല്ലാം മാധ്യമങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ദീൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങള്, അവിടുത്തെ ജീവിത രീതികള് ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒപ്പം നമ്മളും അതിലങ്ങോട്ട് ലയിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ സദാസമയവും പ്രാർത്ഥിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈ ക്ലാസ് കൂടുതൽ പേരുകളിലേക്ക് എത്തിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു വെച്ചത് 14 അധ്യായങ്ങളായിരുന്നു. ഇനി അധ്യായം 16 ആണ്. 16ാമത്തെ ബാബ്, ബാബു ഫിൽ അംരി ബിൽ മുഹാലഫത്തി അല സുന്നത്തി വ ആദാബിഹാ. സുന്നത്തുകളും അദബുകളും മര്യാദകളും ഒക്കെ കുറിച്ച് പറയുന്ന ബാബാണ്. ഹസ്ർ റളിയല്ലാഹു അൻഹു ഹസ്ർ സൂറത്തിലെ 7ാമത്തെ ആയത്താണ്. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ സ്വീകരിക്കുകയും നിരോധിച്ചത് ഉപേക്ഷിക്കുകയും ചെയ്യുവിൻ. അടുത്തത് നജ്ം സൂറത്തിലെ 3-4 ആയത്തുകൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം വഹി മുഖേന ലഭിക്കുന്നതല്ലാതെ മറ്റൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന്. എന്നാൽ ആ കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്താണിത്.
നജ്മ് 3-4 ആയത്തുകളിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുകയില്ല, അത് വഹി മുഖേന ലഭിക്കുന്നതല്ലാതെ മറ്റൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം വഹി മുഖേന ലഭിക്കുന്നതല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കുകയാണ്. നബിയെ, താങ്കൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ പിൻപറ്റുക, എന്നാൽ അല്ലാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. ആലി ഇമ്രാൻ 31. നിശ്ചയം അല്ലാഹുവിനെയും അവസാന നാളിനെയും ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട്. അഹ്സാബ് 21-ാമത്തെ ആയത്താണത്. താങ്കളുടെ നാഥൻ തന്നെയാണ് സത്യം. അവർക്കിടയിൽ പ്രശ്നങ്ങളിൽ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുകയും താങ്കളുടെ തീരുമാനത്തിൽ അവർക്ക് മനക്ലേശമില്ലാതിരിക്കുകയും അവരെ പൂർണ്ണമായും താങ്കൾക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നതുവരെ അവർ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. നിസാ 65. പ്രവാചകനിലേക്ക് നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുന്നത് വരെ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുവീൻ, അഥവാ ഖുർആനിലേക്കും സുന്നത്തിലേക്കും നിങ്ങൾ മടങ്ങുവീൻ എന്ന് നിസാ സൂറത്ത് 59-ാമത്തെ ആയത്താണിത്. ആരെ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചുവോ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. നിസാ 80-ാമത്തെ ആയത്ത്. അല്ലാഹുവിന്റെ നേർമാർഗത്തിലേക്കാണ് താങ്കൾ ദർശനം നൽകുന്നത്. ശൂറ 52-53. അല്ലാഹുവിന്റെ വിധിക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവൻ കടുത്ത ക്ഷാമമോ വേദനിപ്പിക്കുന്ന ശിക്ഷയോ ഭയപ്പെട്ടുകൊള്ളട്ടെ. അല്ലാഹുവിന്റെ വിധിക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ ആരാവട്ടെ, അവര് കടുത്ത ക്ഷാമമോ വേദനിപ്പിക്കുന്ന ശിക്ഷയോ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂർ സൂറത്തിലൂടെ 63-ാമത്തെ ആയത്തിലൂടെ നമ്മോട് പറയുന്നു. സ്ത്രീകളെ, നിങ്ങളുടെ ഭവനങ്ങളിൽ ഓതി കേൾപ്പിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ ആയത്തുകളും നബിചര്യകളും ശരിക്കും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അഹ്സാബ് 34. ഈ വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ച് വളരെയേറെ ഹദീസുകൾ, വളരെയേറെ ആയത്തുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പ്രതിപാദിക്കുക എന്നുള്ളത് വളരെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നീണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയാതെ ഒഴിവാക്കിയ കാര്യങ്ങളെക്കുറിച്ച് എന്നോട് അന്വേഷിക്കാതിരിക്കുക. നിങ്ങളുടെ പൂർവികരെ നശിപ്പിക്കാൻ കാരണം അവരുടെ അനാവശ്യ ചോദ്യങ്ങളും നബിമാരോടുള്ള എതിർപ്പുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വല്ല കാര്യവും നിരോധിച്ചാൽ അത് നിങ്ങൾ വർജിക്കുകയും എന്തെങ്കിലും കൽപ്പിച്ചാൽ പരമാവധി പ്രവർത്തിക്കുകയും ചെയ്യുക. ബുഖാരി 13, 219, 220, മുസ്ലിം 133. 157-ാമത്തെ ഹദീസ് അബൂ നജീഹ് അഥവാ ഇർബാദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സമ്പൂർണമായ ഉപദേശം നൽകി. അപ്പോൾ ഞങ്ങളുടെ നേത്രങ്ങളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകുകയും മനസ്സുകൾ കിടിലം കൊള്ളുകയും ചെയ്തു. ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇതൊരു വിടവാങ്ങ പ്രസംഗം പോലെയുണ്ടല്ലോ, അതിനാൽ ഞങ്ങളോട് വസിയ്യത്ത് ചെയ്താലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അബസീനിയക്കാരനായ ഒരു അടിമയാണ് നിങ്ങളുടെ അമീറെങ്കിലും അദ്ദേഹം പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ധാരാളം ഭിന്നിപ്പുകൾ കാണാം. തത്സമയം എന്റെയും സച്ചരിതരും മാർഗദർശികളുമായ എന്റെ ഖലീഫമാരുടെയും ചര്യകൾ അവലംബിക്കണം. അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കണം. ദീനിലില്ലാത്ത പുതിയ കാര്യങ്ങൾക്കെതിരെ ജാഗരൂകരാകണം. കാരണം ദീനിൽപ്പെടാത്ത ബിദ്അത്തുകളെല്ലാം ദുർമാർഗമാണ്. അബൂ ദാവൂദ് 4607, തുർമദി 2678 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ കാണിച്ചു തന്ന മാർഗം അത് പിൻപറ്റണമെന്നാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഖലീഫമാർ തുടങ്ങി വെച്ചത് അതൊക്കെ പിൻപറ്റല് നമ്മുടെ ബാധ്യതയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. തറാവീഹ് 20 നമസ്കരിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അത് ജമാഅത്തായിക്കൊണ്ട് ഒന്നിച്ച് പള്ളിയിൽ നമസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചരിത്രം എല്ലാവർക്കും അറിയാം. അത് ജനങ്ങൾ സ്വീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖലീഫമാർ സച്ചരിതരായിരിക്കുന്ന
സച്ചരിതരും മാർഗദർശികളുമായ എൻ്റെ ഖലീഫമാരുടെ ചര്യ നിങ്ങൾ അവലംബിക്കണം. നമുക്കറിയാം, തറാവീഹ് നമസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് അങ്ങനെയും ഇങ്ങനെയും ഒക്കെ നമസ്കരിച്ചപ്പോൾ കുറച്ചാളുകൾ അവിടെ നിന്ന്, കുറച്ചാളുകൾ ഇപ്പുറത്ത് നിന്ന്, ചില ആളുകൾ ഒറ്റക്ക് ഇങ്ങനെ നമസ്കരിച്ചപ്പോൾ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അത് 20 റക്അത്ത് നിലനിർത്തി പോന്ന് കൊണ്ട് നമസ്കരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആണ് അതിനെ ഒരുമിച്ച് കൂട്ടപ്പെട്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇവിടെ ചില ആളുകൾ അതിനെ 8 ആക്കാനും 7 ആക്കാനും 6 ആക്കാനും 4 ആക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഇന്നും മസ്ജിദുൽ ഹറമയിലും മസ്ജിദുൻ നബവിയിലും 20 റക്അത്താണ് നമസ്കരിക്കുന്നത്. ഇത് മുൻകാലങ്ങളിൽ ഞാൻ പറഞ്ഞപ്പോൾ, ചില ആളുകളോട് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതിൽ ഇമാമ് 10 നമസ്കരിക്കാറുള്ളൂ, ഇമാമ് 10 കഴിഞ്ഞാൽ ഇമാമ് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയായിരിക്കും. പക്ഷെ അന്ന് എനിക്കൊരു ചോദ്യം അവരോട് തിരിച്ചു ചോദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം മൗമീമിങ്ങൾ 20 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ പിന്നീട് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ആവശ്യാർത്ഥം ഗൾഫ് രാഷ്ട്രങ്ങളിൽ വന്നപ്പോൾ സൗദിയുടെ 2 ചാനലുകൾ മസ്ജിദുൽ ഹറമിൽ നിന്ന് ലൈവായിട്ട് കൊടുക്കുന്ന ഒരു ചാനലും സദാസമയവും വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലുണ്ട്. അതുപോലെ തന്നെ മസ്ജിദുൻ നബവിയിൽ നിന്ന് സദാസമയം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലുമുണ്ട്. സദാസമയം മസ്ജിദുൻ നബവിയിലെ ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും കാണിക്കുകയും ഹദീസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ശബ്ദം ഹദീസായിരിക്കും അവിടെ കാണിക്കുന്നത്. മസ്ജിദുൻ നബവിയിലെ എല്ലാ കാര്യങ്ങളുമായിരിക്കും. നമസ്കാരത്തിന്റെ സമയത്ത് മാത്രം നമസ്കാരത്തിന്റെ ശബ്ദം കാണിക്കുകയും ചെയ്യുന്ന 2 ചാനലുകളാണ്. ഒന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് വരുന്നതും ഒന്ന് മസ്ജിദുൻ നബവിയിൽ നിന്ന് വരുന്നതും 2 സൗദി ചാനലുകൾ. ഇത് ലൈവാണ്. അങ്ങനെ നോമ്പ് കാലഘട്ടങ്ങളിൽ ഇത് കാണാനിടയായപ്പോൾ ഇമാമ് മാറുന്നുണ്ട്. പക്ഷേ ഇമാമ് മൗമുമായിട്ട് ബാക്കിൽ തന്നെയുണ്ട്. ആ ഇമാമും 20 റക്അത്ത് പൂർത്തിയാക്കുന്നുണ്ട്. മുന്നിൽ നിൽക്കുന്ന മൗമുമായി നിൽക്കുന്ന ഇമാമും 20 റക്അത്ത് പൂർത്തിയാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇമാം ഇങ്ങനെ മാറുന്നു എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ പൂർണ്ണമായിട്ട് അവർ ഓതുകയാണ്. ഒരു ദിവസത്തെ നമസ്കാരത്തിൽ ഒരു ജുസ് എന്ന രീതിയിലാണ് അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഏകദേശം ഒരു പേജ് ഉണ്ടാകും ഒരു റക്അത്തിൽ. അതും എങ്ങനെയാണ്? വളരെ സാവധാനം, വളരെ മനോഹരമായ രീതിയിൽ സാവധാനം പാരായണം ചെയ്യുന്നു. മണിക്കൂറുകൾ എടുക്കും അവിടുത്തെ 2 നമസ്കാരങ്ങളും, രണ്ട് സ്ഥലത്തെ നമസ്കാരങ്ങളും. അവിടെ 20 റക്അത്ത് നമസ്കരിച്ച് അതിനുശേഷം 3 വിത്റും നമസ്കരിച്ചതിന് ശേഷമാണ് മസ്ജിദുൽ ഹറമിലെയും മസ്ജിദുൻ നബവിയിലെയും തറാവീഹ് അവസാനിക്കുന്നത്. ഇന്നും മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങി വെച്ച ആ ഒരു സംവിധാനം ഇന്നും നിലനിന്ന് പോരുന്നു മസ്ജിദുൽ ഹറമിലും മസ്ജിദുൻ നബവിയിലും. ചിന്തിക്കുക സഹോദരങ്ങളെ, അതിൽ നിന്നൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. ഇവിടെ 8 ആക്കാനും 11 ആക്കാനും 4 ആക്കാനും 2 ആക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഞാനിത് 4 എന്ന് പറയുന്നത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നായിരിക്കും ചില ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. 4 നിസ്കരിച്ചു പോകാം. ചിലയിടത്തൊക്കെ നമ്മൾ കാണാറുണ്ട് 4 നിസ്കരിച്ചു പോകുന്നത്. എന്നാൽ അതൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയല്ല. അവിടുത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവലംബിച്ച, അവിടുത്തെ ഖലീഫമാർ അവലംബിച്ച ചര്യയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിസ്കരിക്കുന്നെങ്കിൽ 20 റക്അത്ത് തന്നെ നിസ്കരിക്കുക സഹോദരങ്ങളെ. അവിടുത്തെ ചര്യ പിൻപറ്റുക. അതായിരിക്കട്ടെ നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വെറുതെ പറയുകയല്ല. ആ ചാനലുകൾ ലഭിക്കുന്ന എല്ലാവരും റമദാൻ മാസം വേണമെങ്കിൽ ആ ചാനലുകൾ കേട്ടു നോക്കൂ. ഇന്ന് ആധുനിക യുഗത്തിൽ എല്ലാ സംവിധാനവും ഉണ്ട്. നമുക്കൊക്കെ പരിശോധിക്കാം. 2 ചാനലുകളിലും നിങ്ങൾക്ക് പരിശോധിക്കാം. 2ലും മസ്ജിദുൻ നബവിയിലും മസ്ജിദുൽ ഹറമിലും 20 റക്അത്ത് നമസ്കരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ 2 റക്അത്തിലും ദീർഘനേരം അവരിങ്ങനെ വിശ്രമിക്കും, പിന്നീട് നമസ്കരിക്കും. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെയുള്ള നമസ്കാരങ്ങളാണ് അവിടെ നടക്കാറ്. 1-ലധികം മണിക്കൂറുകളുണ്ട്.
20 റക്അത്ത് നമസ്കരിക്കുന്നവിടെ. ഇത് ചിന്തിക്കണം സഹോദരങ്ങളെ. ആ 2 ചാനലുകളും എല്ലാവർക്കും ലൈവായിട്ട് കാണാൻ പറ്റുന്ന ചാനലാണ്. പരസ്യമില്ലാത്ത ചാനലാണ്. സദാസമയവും വിശുദ്ധ ഖുർആനും സദാസമയവും വിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളും ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ചാനലുകളാണ്. അത് സഹോദരങ്ങളെ ചിന്തിക്കുക. ലൈവായിട്ട് മസ്ജിദ് നബവിയിലെയും മസ്ജിദുൽ ഹറമിലെയും വിവിധ ഭാഗങ്ങളും വിവിധ രീതികളും അവിടെ നടന്നിരിക്കുന്ന നമസ്കാരങ്ങളും തവാഫും എല്ലാം ഇങ്ങനെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ ആളുകൾ പോകുന്നതും എല്ലാം ലൈവായിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. അത് പിൻപറ്റുക, അവർ തുടങ്ങി വെച്ചത് പിൻപറ്റുക എന്നുള്ളതാണ്. ഇന്നും നമുക്കറിയാം മസ്ജിദ് നബവിയില് ഇന്നും ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചിരുന്ന അതേ ഉയർന്ന പ്രദേശത്ത് കയറിയിട്ട് തന്നെയാണ് ഇന്നും ബാങ്ക് വിളിക്കുന്നത്. എന്തിനാ ഇന്നതിന്റെ അവസരം, ഇന്നതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ചിന്തിച്ചുകൂടെ? കാരണം ഇന്ന് ആധുനിക യുഗത്തിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. മൈക്കുണ്ട്, ഇല്ലേ? മൈക്കുണ്ട്. മൈക്കിലൂടെ ബാങ്ക് കൊടുത്താൽ എവിടെ നിന്നുകൊണ്ട് ബാങ്ക് കൊടുത്താലും ആ ബാങ്ക് എല്ലായിടത്തും കേൾക്കും. പിന്നെ എന്തിനാണ് ഇതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുന്നത്? അതാണ് അവരുടെ മാതൃക. സഹാബാക്കളുടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അത് അതേപടി പിൻപറ്റുക എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണത്. മസ്ജിദ് നബവിയിൽ നിന്നും ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചിരുന്ന അതേ ഉയരത്തിൽ കയറി നിന്നുകൊണ്ടാണ് ബാങ്ക് വിളിക്കുന്നത്. അതേ സ്ഥലത്ത് കയറി നിന്നുകൊണ്ടാണ് ബാങ്ക് വിളിക്കുന്നത്. ചിന്തിക്കണം സഹോദരങ്ങളെ. ആരെങ്കിലും ഉംറക്കും ഹജ്ജിനൊക്കെ പോകുമ്പോൾ, റൗള ഷരീഫ് ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെയൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. നമ്മൾ പ്രവാചകരെയും അവിടുത്തെ അനുചരന്മാരെയും പിൻപറ്റുക. അതിൻ്റെ ഇടയിൽ എന്ത് തന്നെ ആര് തന്നെ കൊണ്ടുവന്നാലും ശരി, നമ്മളൊന്ന് കേൾക്കുമ്പോഴേക്ക് അങ്ങോട്ട് ഓടിപ്പോകാൻ നിൽക്കേണ്ട. അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതിനെക്കുറിച്ച് പഠിക്കുക. വിവരമുള്ളവരോട് ചോദിക്കുക. വിവരമുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ടും സംശയം തീർന്നില്ലേ? അടുത്തത് നിങ്ങൾക്ക് വിശ്വാസമുള്ള അടുത്ത വിവരമുള്ള ആളുകളുടെ അടുത്തേക്ക് പോകുക. അതല്ലെങ്കിൽ ഏതെങ്കിലും മലയാള പരിഭാഷകൾ മാത്രം നോക്കി പറഞ്ഞു തരുന്ന ആളുകളിലേക്ക് പോകാതെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന, വളരെ വ്യക്തമാക്കി തരുന്ന ആളുകളിലേക്ക് പോയിക്കൊണ്ട് അവരോട് അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുക. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചു തരും. നമ്മുടെ ഇടയിൽ വസ്വാസ് ഉണ്ടാക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും, നമുക്കറിയാം. സഹോദരങ്ങളെ ചിന്തിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ നമ്മൾ സലാമത്താക്കണം. പ്രവാചകന്റെയും അവിടുത്തെ അനുചരന്മാരുടെയും പാത നാം പിൻപറ്റണം. അത് നമ്മുടെ ബാധ്യതയാണ്. ബാധ്യതയെ മാത്രമല്ല, നമ്മുടെ വിജയത്തിലേക്കുള്ള നായികക്കല്ലാണത്. വിജയം വരിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് വിജയം വേണമെങ്കിൽ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ അനുചരന്മാരുടെയും മാതൃക പിൻപറ്റുക തന്നെ വേണം. ഇന്ന് ആധുനിക യുഗത്തിലെ എല്ലാ കാര്യത്തിലും സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സംശയം ദൂരീകരിക്കാം. എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ആലിമീങ്ങളുടെ മഹത്തായിരിക്കുന്ന നിര തന്നെ നമ്മുടെ കേരളക്കരയിലുണ്ട്. നമുക്കവരോട് ചോദിച്ചറിയാം. അവരുടെ കിതാബുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അവർ നമ്മോട് കാര്യങ്ങൾ പറയും. അതിന് നാം ശ്രമിക്കണം. എന്തെങ്കിലും എവിടെന്നെങ്കിലും കേട്ടുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. നമുക്ക് ഹദീസിലേക്ക് വീണ്ടും വരാം. 158ാമത്തെ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധിക്കരിച്ചവരൊഴികെ എന്റെ സമുദായത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ ചോദ്യമുണ്ടായി, ആരാണ് റസൂലെ ധിക്കരിച്ചവർ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ അനുസരിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും, എന്നെ അനുസരിക്കാത്തവർ എന്നെ ധിക്കരിച്ചവരാണ്. ബുഖാരി 13:214. സലമ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരാൾ ഇടത് കൈ കൊണ്ട് ഭക്ഷിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നീ നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക, എനിക്കതിന് സാധിക്കുകയില്ല എന്നായിരുന്നു അപ്പോൾ അയാളുടെ പ്രതികരണം. എന്നാൽ നിനക്കതിന് സാധിക്കാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അഹങ്കാരം മാത്രമാണ് അവനെ അതനുസരിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്. പിന്നെ അവന് തന്റെ വലത് കൈ വായിലേക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല. മുസ്ലിം 20:24. സഹോദരങ്ങളെ ചിന്തിക്കുക.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അഹങ്കരിക്കുന്നവരുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ലൊരു കാര്യം ഉപദേശിച്ചപ്പോൾ അവൻ ഒന്ന് അഹങ്കരിച്ചു. എനിക്കതിന് സാധിക്കില്ല റസൂലെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു, എന്നാൽ നിനക്കതിന് സാധിക്കാതിരിക്കട്ടെ എന്ന്. പിന്നീട് അവൻ ഒരിക്കലും തന്നെ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പറഞ്ഞ പ്രാർത്ഥനയുടെ ഫലമായത് കൊണ്ട് പിന്നീട് ഒരിക്കലും തന്നെ അവർക്ക് അവന്റെ വലത് കൈ കൊണ്ട് അവന്റെ വായിലേക്ക് ഒരു വസ്തുവും കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ളത് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. മുസ്ലിം 2024 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, നിസ്കാരത്തിൽ നിങ്ങൾ അണിനേരെയാക്കുക, അല്ലെങ്കിൽ നിങ്ങളിൽ ഭിന്നതയുണ്ടാകുന്നതാണ്. ബുഖാരി 2:173, മുസ്ലിം 436, 127, 128. മുസ്ലിമിന്റെ നിവേദനത്തിൽ ഇങ്ങനെ കാണാം, അമ്പിന്റെ പിടികൾ ശരിയാക്കി വെക്കുന്നത് പോലെ നിങ്ങളുടെ അണികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒപ്പിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒപ്പിച്ചിരുന്നു. ഞങ്ങളുടെ അണികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പിച്ചിരുന്നു. ഞങ്ങൾ വേണ്ടത്ര ഗ്രഹിച്ചിട്ടുണ്ടെന്ന് ബോധ്യം വരുന്നത് വരെ അവിടുന്ന് ഇങ്ങനെ ചെയ്തിരുന്നു. പിന്നീട് ഒരിക്കൽ അവിടുന്ന് പുറത്തു വന്ന് തക്ബീർ ചൊല്ലാൻ അടുത്തപ്പോൾ ഒരാളുടെ നെഞ്ച് അണിയിൽ നിന്ന് തള്ളി നിൽക്കുന്നത് കണ്ടു പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകളെ, നിങ്ങൾ അണികൾ ഒപ്പിക്കുക, സഫുകൾ ഒപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അള്ളാഹു ഭിന്നിപ്പുണ്ടാക്കും. സഹോദരങ്ങളെ, ചിന്തിക്കുക, ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ നടക്കുന്നത് ഇത് തന്നെയല്ലേ? പലപ്പോഴും നമ്മുടെ പള്ളികളിൽ ആളുകൾ അങ്ങനെയും ഇങ്ങനെയും ഒക്കെ നമസ്കരിക്കുന്ന ഒരവസ്ഥ നാം കാണാറുണ്ട്. സൊഫുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിക്കൊണ്ട്. സഹോദരങ്ങളെ, അത് ഒഴിവാക്കുക. അതുകൊണ്ട് ദീൻ പഠിക്കുക. അതൊക്കെ ഒരുപാട് ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതിന് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അശ്രദ്ധമായിക്കൊണ്ട് കടന്നു പോകുന്ന ഇത്തരം പ്രവർത്തികൾ ഒഴിവാക്കിക്കൊണ്ട് നമസ്കാരങ്ങളിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സ്വഫൊക്കെ ശരിയാക്കി നിൽക്കുക. മറ്റുള്ളവന്റെ മടമ്പ് വരുന്ന രീതിയിലാണ് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഫുകൾ ശരിയാക്കിയിരുന്നത് മറ്റുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് മടമ്പ് ഒപ്പിച്ചുകൊണ്ട് നമ്മൾ സ്വഫ് ശരിയാക്കുക. ഒരിക്കലും സ്വഫിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നമ്മൾ നിൽക്കരുത്. സ്വഫിന്റെ ഇടയിൽ ക്യാപ്പ് ഉണ്ടാക്കുകയും ചെയ്യരുത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവിടെ പിശാച് കയറി നിൽക്കും. സഹോദരങ്ങളെ, അതുപോലെ തന്നെ സ്വഫ് പൂർത്തിയാക്കി നിൽക്കുകയും ചെയ്യുക. ഇങ്ങനെ സ്വഫുകളൊക്കെ ക്ലിയറായി ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അബൂ മൂസാ റളിയല്ലാഹു അൻഹു നിവേദനം, രാത്രി സമയത്ത് മദീനയിൽ ഒരു വീട്, അതിലെ താമസക്കാരടക്കം അഗ്നിക്കിരയാക്കിയ വിവരം, കത്തിച്ചാമ്പലായ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഈ അഗ്നി നിങ്ങളുടെ ശത്രുവാണ്, അതിനാൽ ഉറങ്ങുമ്പോൾ അത് നിങ്ങൾ കെടുത്തിക്കളയണം. ബുഖാരി 11:71, മുസ്ലിം 20:16. ചിന്തിക്കുക സഹോദരങ്ങളെ, തീ നമ്മുടെ ശത്രുവാണ്. അതുകൊണ്ട് വിളക്കുകളൊക്കെ അണച്ചിട്ട് വേണം കിടന്നുറങ്ങാനെന്ന് അരമ്പ നബിയുന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീ നമ്മുടെ ശത്രുവാണ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, ഇവിടെ മാത്രമല്ല, നാളെ പരലോകത്തും നമ്മുടെ ശത്രു തന്നെയാണ് തീ. നമ്മളെ ശിക്ഷിക്കുന്നത് തീയിലിട്ടാണ് എന്നുള്ള ചിന്ത നമുക്ക് വേണം സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തീ നിങ്ങളുടെ ശത്രുവാണ്, അതിനാൽ ഉറങ്ങുമ്പോൾ അത് നിങ്ങൾ കെടുത്തിക്കളയണം. ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ നാടുകളില് പല വൈദ്യുതി ഉപകരണങ്ങളുമുണ്ട് സഹോദരങ്ങളെ. അതിന്റെ സേഫ്റ്റിയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഗ്യാസിന്റെ സേഫ്റ്റിയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി, അതുപോലെ വൈദ്യുതിയൊക്കെ എല്ലാ കാര്യങ്ങളും ഓഫാക്കിയതിന് ശേഷം കിടന്നുറങ്ങാൻ നാം ശ്രമിക്കണം. അബൂ മൂസാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു എന്നെ നിയോഗിച്ചയച്ച സന്മാർഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉദാഹരണം ഭൂമിയിൽ വർഷിച്ച പേമാരി പോലെയാണ്. നല്ല പ്രദേശം ആ വെള്ളം ആഗിരണം ചെയ്തു വെള്ളം തടഞ്ഞു നിർത്തുകയും അതുകൊണ്ട് മനുഷ്യർക്കെല്ലാവർക്കും പ്രയോജനമുണ്ടാകുകയും ചെയ്യും. അവരതിൽ നിന്ന് കുടിക്കുകയും ജലസേചനം നടത്തി കൃഷി ഇറക്കുകയും ചെയ്യും. മറ്റൊരു പ്രദേശത്ത് മഴ വർഷിച്ചു, അത് വെള്ളം തടഞ്ഞു നിർത്താത്ത സസ്യങ്ങൾ മുളക്കാതെ സമനിരപ്പായ സ്ഥലമായിരുന്നു. അള്ളാഹുവിന്റെ ദീനിൽ പാണ്ഡിത്യം നേടുകയും പിന്നെ അള്ളാഹുവിനെ യോഗിച്ചയച്ചത് കൊണ്ട് പ്രയോജനം ലഭിക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവന്റെയും അതിലേക്ക് തീരെ തലയുയർത്തി നോക്കാതെ
എന്നെ നിയോഗിച്ചയച്ച സന്മാർഗം സ്വീകരിക്കാത്തതിന്റെയും സ്ഥിതി ഇപ്രകാരമാണ്. ബുഖാരി 1:160, 161, മുസ്ലിം 2285. ഇവിടെ 3 കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഒന്ന്, എന്താണ്? നല്ല പ്രദേശം, ആ വെള്ളം ആഗിരണം ചെയ്തു, ധാരാളം സസ്യങ്ങളും പുല്ലുകളും മുളപ്പിച്ചു. അതാണ് നല്ല മനുഷ്യന്റെ ഉദ്ദേശം. ഒരാൾക്ക് വിജ്ഞാനം കിട്ടി, എന്നാൽ ആ വിജ്ഞാനം അദ്ദേഹം എന്ത് ചെയ്തു? ആ വിജ്ഞാനം അദ്ദേഹം ഉപയോഗപ്പെടുത്തി മറ്റുള്ളവർക്കത് ഉപകാരപ്പെടുകയും ചെയ്തു. അഥവാ ഭൂമി ഒരു പ്രദേശം, ആ ഭൂമി ആ വെള്ളം വലിച്ചെടുക്കുന്നു. ആ വലിച്ചെടുത്ത വെള്ളം എന്തു ചെയ്തു? അവിടെ ഇങ്ങനെ സസ്യങ്ങളും അതുപോലെ മറ്റുള്ളതൊക്കെ ഇങ്ങനെ മുളപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വിജ്ഞാനം അദ്ദേഹം മുളപ്പിച്ചു. അത് കാരണം എന്തായി? മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെട്ടു. അദ്ദേഹത്തിനും അത് ഉപകാരപ്പെടുന്നു. അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നു. അതാണ് ഒരു നല്ലവരായിരിക്കുന്ന ഒരു വിജ്ഞാനത്തിന്റെ ശേഖരം കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. അദ്ദേഹം വിജ്ഞാനമനുസരിച്ച് ജീവിക്കുന്നു, മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്. എന്താണ്? ഉറച്ച പ്രദേശം, ആ വെള്ളം തടഞ്ഞു നിർത്തുകയും അതുകൊണ്ട് മനുഷ്യർക്കെല്ലാവർക്കും പ്രയോജനം ഉണ്ടാവുകയും ചെയ്തു. അവരതിൽ നിന്ന് കുടിക്കുകയും ജലസേചനം നടത്തുകയും ചെയ്തു. എന്താണ് ഉറച്ച പ്രദേശം? എങ്ങനെയുള്ള ആളാണ്? ചില ആളുകൾ ഉണ്ടാകും, തന്റെ ജീവിതത്തിൽ വിജ്ഞാനം പകർത്തില്ല, വിജ്ഞാനത്തെ സ്വീകരിക്കും, പക്ഷേ അത് തന്റെ ജീവിതത്തിലേക്ക് പകർത്താതെ അത് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവരെന്ത് ചെയ്യും? ആ വിജ്ഞാനങ്ങൾ ഫുള്ളും പകർത്തുകയും ചെയ്യും. മറ്റുള്ള ആളുകൾ ആ വിജ്ഞാനം മുഴുവൻ എടുക്കും. അദ്ദേഹത്തിൽ നിന്നുമുള്ള വിജ്ഞാനം മറ്റുള്ളവർ എടുക്കും. അദ്ദേഹത്തിന് കിട്ടിയ വിജ്ഞാനം അദ്ദേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും. മറ്റുള്ളവരൊക്കെ നന്നായിട്ടുണ്ടാകും, പക്ഷേ ഇദ്ദേഹം ആ വിജ്ഞാനത്തെ ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. ഇദ്ദേഹം മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമായിരിക്കും ചെയ്തിട്ടുണ്ടാകുക. അങ്ങനത്തെ ഒരു പ്രദേശം, അങ്ങനത്തെ ആളുകളെ കുറിച്ച് ചില പ്രദേശം, ഉദാഹരണത്തിന് നമ്മുടെ നാടുകളിലുള്ള പാറക്കെട്ടുകളൊക്കെ, കുളങ്ങളൊക്കെ, വെള്ളം സർവത്ര വെള്ളമുണ്ടെങ്കിലും ആ വെള്ളം മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. ആ സ്ഥലം ആ വെള്ളം സ്വീകരിക്കുന്നില്ല. അന്ന പോലെയാണ് ചില ആളുകള് വിജ്ഞാനം സംഭരിച്ചു വെക്കും. ആ വിജ്ഞാനം അദ്ദേഹം ഉപയോഗപ്പെടുത്തില്ല, മറ്റുള്ളവർക്കൊക്കെ അത് ഉപയോഗപ്പെടും. എന്നാൽ മറ്റൊരു പ്രദേശമുണ്ട്. എന്താണ് മറ്റൊരു പ്രദേശം? അള്ളാഹുവിന്റെ മഴ വർഷിച്ചാൽ ആ പ്രദേശം അത് സ്വീകരിക്കാതെ തള്ളിക്കളയും. സസ്യങ്ങൾ മുളക്കാത്ത സമനിരപ്പായ സ്ഥലമായിരുന്നു അത്. അതായത് മഴ വീണാൽ പോലും ആ മഴ സ്വീകരിക്കില്ല. ആ മഴയെ ആ പാറക്കെട്ട് സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് ചെരിഞ്ഞ ഒരു പ്രദേശമാണെന്ന് വിചാരിക്കുക, ചെരിഞ്ഞ പാറക്കെട്ടുകൾ എവിടേക്ക് മഴ വർഷിച്ചാല് അതിങ്ങനെ അതിന്റെ മേലെ കൂടെ അങ്ങനെ അങ്ങോട്ട് ഒഴുകിപ്പോവും. ഈ മഴ സ്വീകരിക്കുമോ? ഇല്ല. ഈ പാറയിൽ നിന്ന് വല്ല ഉപകാരം ജനങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. കാരണം വെള്ളം മുഴുവൻ താഴോട്ട് ഒഴുകിപ്പോയി. ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുമോ? ഇല്ല. എന്ന പോലെ ചില ആളുകളുണ്ട്, വിജ്ഞാനം കേൾക്കും, വിജ്ഞാനം വരാത്ത കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ വിജ്ഞാനം കേൾക്കും. അത് അദ്ദേഹത്തിന് ഉപകാരമുണ്ടോ? ഇല്ല. എന്നാൽ മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടോ? അതുമില്ല. അദ്ദേഹം കേൾക്കും, അതങ്ങനെയാണ് വിടും. അങ്ങനെയാണ് 3 ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് ഉദാഹരണമായിട്ട് പറഞ്ഞത്. എത്ര മനോഹരമായ ഉദാഹരണം! ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. അതാണ് ഇവിടെയാണ് പറയുന്നത്. അള്ളാഹു നിയോഗിച്ചത് പ്രകാരം പ്രയോജനം ലഭിക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവന്റെയും അതിലേക്ക് തീരെ തലയുർത്തി നോക്കാതെ തന്നെ നിയോഗിച്ച സന്മാർഗം സ്വീകരിക്കാത്തവന്റെയും സ്ഥിതി ഇപ്രകാരമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കത്തിക്കുമ്പോൾ അതിനു നേരെ പാറി വരുന്ന വണ്ടുകളെയും പാറ്റകളെയും തടയുന്ന ആളെ പോലെയാണ് ഞാൻ. തീ കത്തിക്കുമ്പോൾ അതിനു നേരെ പാറി വരുന്ന വണ്ടുകളെയും പാറ്റുകളെയും തടയുന്ന ആളെ പോലെയാണ് ഞാൻ. നിങ്ങൾ ആ ജീവികളെ പോലെയും നരകത്തിൽ നിന്നാണ് നിങ്ങളെ ഞാൻ തടഞ്ഞു നിർത്തുന്നത്. നിങ്ങളാവട്ടെ എന്റെ കയ്യിൽ നിന്ന് വൈദിപ്പോവുകയും ചെയ്യുന്നു.
മുസ്ലിം 2285. രണ്ടാമത്തെ മനോഹരമായ ഉദാഹരണം നോക്കൂ. നമ്മെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നരകമാകുന്ന തീയിലേക്ക് നമ്മളിങ്ങനെ അതിനിങ്ങനെ ചുറ്റും അതിന്റെ ഈ ദുന്യാവിന്റെ മഹത്വം കണ്ടുകൊണ്ട് ഈ ദുന്യാവിന്റെ പല പല രീതിയിലുള്ള മനോഹാരിത കണ്ടുകൊണ്ട് നമ്മൾ അതിന് ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നരകത്തിലേക്കാണ് പോകുന്നത് എന്ന ചിന്ത നമുക്കില്ല. നമ്മ അതിൽ നിന്ന് സംരക്ഷിക്കാനാണ് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, നരകത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. മുസ്ലിം 2285 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, ഭക്ഷണം കഴിച്ചിട്ട് വിരലുകളും പാത്രങ്ങളും തുടച്ചു നക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. എന്തുകൊണ്ടെന്നാൽ ഭക്ഷണത്തിന്റെ ഏതംശത്തിനാണ് ബറക്കത്തെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് അവിടുന്ന് പറയുകയും ചെയ്തു. മുസ്ലിം. സഹോദരങ്ങളെ ചിന്തിക്കുക, നമ്മുടെ നാടുകളിലൊക്കെ പല ആളുകളും, ചില ആളുകളൊക്കെ ഇങ്ങനെ തന്റെ വായിലിട്ട് കാണ്ടിങ്ങനെ വായിലേക്ക് തന്റെ കൈകളൊക്കെ ഇങ്ങനെ നക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ, ഇന്നത്തെ ആധുനിക യുഗത്തിലെ ചില ആളുകൾക്ക് ഒരു വിഷമം തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. സഹോദരങ്ങളെ ചിന്തിക്കുക, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ബർക്കത്ത് ഏതിലാണെന്ന് അറിയാൻ പറ്റില്ല. അത് അള്ളാഹുവിന്റെ ഭക്ഷണത്തിലുള്ളതൊക്കെ, ഭക്ഷണത്തിൽ നിന്ന് പാത്രത്തിലുള്ളതൊക്കെ എല്ലാം തുടച്ച് ഭക്ഷിക്കുക. കാരണം നമുക്കുള്ള രോഗശമനങ്ങളും നമുക്കുള്ള ഭക്ഷണം ദഹിക്കാനുള്ളതും ഒക്കെ ആ ഭക്ഷണത്തിലുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ അത് വേസ്റ്റാക്കി കളയരുത് എന്നും പ്രത്യേകം നാം ഓർക്കുക. മടി വിചാരിക്കണ്ട. ഏത് സദസ്സിലാകട്ടെ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഭക്ഷണം കഴിച്ചിട്ട് വിരലുകളും പാത്രങ്ങളും തുടച്ചു നക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. എന്തുകൊണ്ടെന്നാൽ ഭക്ഷണത്തിന്റെ ഏതംശത്തിനാണ് ബറക്കത്തെന്ന് നിങ്ങൾക്കറിയില്ല എന്നവിടുന്ന് പറയുകയും ചെയ്തു. മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നിങ്ങളുടെ പക്കൽ നിന്ന് ഭക്ഷണം നിലത്ത് വീണാൽ അതെടുത്ത് പൊടിയും മറ്റും നീക്കി കഴിക്കണം. അത് പിശാചിന് വേണ്ടി ഉപേക്ഷിക്കരുത്. വിരലുകൾ നക്കി വൃത്തിയാക്കുന്നതിന് മുമ്പ് ടവൽ കൊണ്ട് തുടച്ചു കളയരുത്. ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്തുള്ളതെന്ന് നിങ്ങൾക്കറിയില്ല. മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെ കാണാം, ആഹാരം കഴിക്കുന്നതുൾപ്പെടെ നിങ്ങളുടെ സർവ്വകാര്യങ്ങളിലും പിശാചി സന്നിഹിതനാകും. അതുകൊണ്ട് നിങ്ങളുടെ പക്കൽ നിന്ന് ഒരു പിടി നിലത്ത് വീണ് പോയാൽ അതെടുത്ത് പൊടിയും മറ്റും നീക്കി കഴിക്കണം. പിശാചിന് വേണ്ടി അത് ഉപേക്ഷിക്കരുത്. മുസ്ലിം 2033, 134, 135 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോകുന്ന ഭക്ഷണം പൊടികളൊക്കെ തട്ടിയിട്ട് നമ്മൾ കഴിക്കുക. ഒരിക്കലും തന്നെ അത് വേസ്റ്റാക്കി കളയരുത് എന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ ചിന്തിക്കുക, അല്ലാഹുവിന്റെ ബർക്കത്ത് ഏത് ഭക്ഷണത്തിലാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അത് മുഴുവനും കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ യാതൊരു മടിയും വിചാരിക്കണ്ട, യാതൊരു ലജ്ജയും വിചാരിക്കരുത്. ഏത് വലിയ സദസ്സിലാണെങ്കിലും ശരി, എന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചത് ഭക്ഷണം പൂർണ്ണമായി കഴിക്കാനാണ്. എന്റെ കയ്യിലുള്ള എന്റെ കയ്യിൽ പറ്റിപ്പിടിച്ച ഭക്ഷണങ്ങളും കഴിക്കാനാണ്, അകത്തേക്കാക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് എന്ന ദൃഢമായിരിക്കുന്ന നെയ്യത്തോടു കൂടി, നമ്മൾ ദൃഢമായിരിക്കുന്ന പ്രതിജ്ഞയോടുകൂടി തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് യാതൊരു ലജ്ജയും വിചാരിക്കാതെ നമ്മൾ നിലത്ത് വീണാൽ പോലും അതെടുത്തുകൊണ്ട് ഭക്ഷിക്കുക. അത് ഒരിക്കലും പിശാചിന് വേണ്ടി വിട്ടുകൊടുക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രസംഗിക്കവേ പറഞ്ഞു, ജനങ്ങളെ വിവസ്ത്രരായും പാദരക്ഷയില്ലാത്തവരായും ചലാക്രമം ചെയ്യപ്പെടാത്തവരുമായാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ നിങ്ങളെ ഹാജരാക്കുക. നാം അവരെ സൃഷ്ടിച്ച പ്രകാരം തന്നെ മടക്കുന്നതാണ്. ഇത് നമ്മുടെ ഒരു വാക്തത്വമാകുന്നു. അത് നാം നിറവേറ്റുക തന്നെ ചെയ്യും. അംബിയാ 103-ാമത്തെ ആയത്താണത്. നാം അവരെ സൃഷ്ടിച്ച പ്രകാരം തന്നെ മടക്കുന്നതാണ്. ഇത് നമ്മുടെ ഒരു വാക്തത്വമാകുന്നു. അത് നാം നിറവേറ്റുക തന്നെ ചെയ്യും. അറിയുക, അന്ത്യദിനത്തിൽ സൃഷ്ടികളിൽ ആദ്യം വസ്ത്രം ധരിപ്പിക്കുക ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണ്. അറിയുക, എന്റെ സമുദായത്തിലെ കുറച്ചാളുകളെ നരകത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറയും, എന്റെ നാഥ, അവർ എന്റെ അനുയായികളാണല്ലോ. അപ്പോൾ താങ്കളുടെ കാലശേഷം
അവർ എന്തൊക്കെയാണ് പുതുതായി ഉണ്ടാക്കിയതെന്ന് താങ്കൾക്കറിയില്ലല്ലോ എന്നെന്നോട് പറയപ്പെടും. ഒരു നല്ല അടിമ പറഞ്ഞതുപോലെ അപ്പോൾ ഞാനും പറയും, ഞാൻ അവർക്കിടയിൽ ആയിരുന്നപ്പോൾ അവരുടെ സ്ഥിതിഗതികൾ ഞാൻ കണ്ടിരുന്നു. മായിദ 117 118 ആയത്തുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ചത്. അപ്പോൾ എന്നോട് പറയപ്പെടും, നിങ്ങൾ പിരിഞ്ഞു പോയ ശേഷം അവർ തങ്ങളുടെ പഴയ നിലപാടിലേക്ക് തന്നെ വൈദിപ്പോയിരുന്നു. ബുഖാരി 6275, 8215, മുസ്ലിം 2859 58 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ചിന്തിക്കുക സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു നിവേദനം, വിരൽത്തുമ്പിൽ കല്ല് വെച്ച് തെറിപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേട്ടമൃഗത്തെ കൊല്ലുവാനോ ശത്രുവിനെ പരിക്കേൽപ്പിക്കാനോ അത് ഉപകരിക്കില്ല, എന്നാൽ കണ്ണു പൊട്ടാനും പല്ല് പൊട്ടാനും അത് കാരണമായേക്കാം. ബുഖാരി 10 493, മുസ്ലിം 1954 55 56 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു നിവേദനം, ഒരടുത്ത ബന്ധു കല്ല് തെറിപ്പിച്ചപ്പോൾ ഇബ്നു മുഗഫൽ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് വേട്ടയാടാൻ പറ്റില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച പ്രവൃത്തിയാണത്. വീണ്ടും അയാളത് ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടും നീ അത് ആവർത്തിക്കുകയാണല്ലേ, അതിനാൽ ഇനി ഒരിക്കലും ഞാൻ നിന്നോട് സംസാരിക്കുകയില്ല എന്ന് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യം ചെയ്ത ആ അടുത്ത ബന്ധുവിനോട് പറഞ്ഞു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ആബിസ് ഇബ്നു റബിയ റളിയല്ലാഹു അൻഹു നിവേദനം, ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു, നിശ്ചയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഒരു കല്ല് മാത്രമാണ്, സ്വന്തമായി ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഒരു കല്ല് മാത്രമാണ് നീ എന്ന് എനിക്കറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചതിൽ നിന്ന് നിനക്ക് മഹത്വമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബുഖാരി 3 369 370 മുസ്ലിം 1270 251. സഹോദരങ്ങളെ, ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വവൽക്കരിച്ചതിനെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ചതിനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ, മഹത്വവൽക്കരിച്ചതിനെ ഒരിക്കലും നാം നിസ്സാരമാക്കരുത്. അത് നാശത്തിലേക്കുള്ള വഴികളായിരിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചത് ബഹുമാനിക്കുവാനും അല്ലാഹുവിന്റെ റസൂലും ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനും ആദരിച്ചതിനെ ആദരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തിക്കുന്നവർ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം കേട്ടതും പഠിച്ചതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ഹദീസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നാളെ അധ്യായം 17 വിധിവിലക്കുകൾക്ക് വിധേയമാകണം നമ്മുടെ ജീവിതം എന്നതിനെ കുറിച്ച് ഉള്ള അധ്യായമാണ്. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് അധ്യായം പ്രതിപാദിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഇന്ന് കേട്ടതൊക്കെ നമുക്കറിയാലോ. പ്രവാചകന്റെ ചര്യ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ചത്, അവിടുത്തെ അനുചരന്മാർ പഠിപ്പിച്ചു തന്നത്, അവിടുത്തെ അനുചരന്മാരെ കൊണ്ടുവന്നത് ഒക്കെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. നമ്മൾ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ സഹാബാക്കളെയും മാതൃകയാക്കുക. ആ മാതൃക പിൻപറ്റി നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് ഗമിക്കുക. ആരെന്ത് പറഞ്ഞാലും വിജ്ഞാനത്തെക്കുറിച്ച് അറിയാനുള്ള വിജ്ഞാനം ലഭിക്കാനുള്ള മാർഗങ്ങൾ നാം തേടിപ്പോവുക. നമ്മുടെ ഇടയിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടായാൽ ആ സംശയം ദൂരീകരിക്കാൻ അതറിയുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടുക. അതറിയുന്ന വിശുദ്ധ ഖുർആനെ കുറിച്ചറിയുന്ന, വിശുദ്ധ ദീനിനെ കുറിച്ചറിയുന്ന മഹാന്മാരായ ഒട്ടനവധി പണ്ഡിതന്മാർ കേരളക്കരയിലുണ്ട്. നമ്മൾ അവരെ കണ്ടെത്തുക, അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുക, അവരോട് ചോദിക്കുക. അവരിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. ഇതിന്റെ ഇബാറത്ത് എവിടെയാണ്? അത് അഹങ്കാരത്തോടു കൂടിയല്ല, വിനയാന്വിതനായിക്കൊണ്ട്
പഠിക്കാനുള്ള താല്പര്യമാണ് എന്ന രീതിയിൽ നമ്മൾ അവരെ ബന്ധപ്പെടുക. അതല്ലാതെ അവരെ ചോദ്യം ചെയ്യുന്ന രീതിയിലാകരുത്. നമ്മൾ വിനയാന്വിതനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഹദീസുകൾ, ബഹുമാനപ്പെട്ടവരെ, എവിടെയാണ് നിങ്ങൾക്കറിയുമോ? എനിക്കതറിയാൻ താല്പര്യമുണ്ട്. ഞാനിങ്ങനെ ഒരു കാര്യം കേട്ടു, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അപ്പോൾ നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതൊന്നും ഒന്നുമല്ല. നമ്മൾക്ക് വെറും പ്രാഥമികമായിരിക്കുന്ന വിദ്യാഭ്യാസം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ദീനിനെ കുറിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾക്ക് പ്രാഥമികമായിരിക്കുന്ന വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴും, ഇന്നത്തെ കാലത്ത് 10ാം ക്ലാസ്സോ 11ഓ 12ഓ ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിരിക്കാം. പക്ഷേ അതും പൂർണ്ണമായിരിക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതും പ്രാഥമികമായിരിക്കുന്ന ചില കാര്യങ്ങൾ, നിസ്കാരത്തിന്റെ ഫർളുകളും ഷർത്തുകളും, അതുപോലെ നമ്മൾ നിത്യജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചത്. ദീനിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. ദീൻ എന്ന് പറയുന്നത് വളരെ വിശാലമായിരിക്കുന്ന ഒന്നാണ്. ആ വിശാലമായിരിക്കുന്ന ഒന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ പഠിച്ചതൊന്നും ഒന്നുമല്ല, നമ്മൾ എത്രയോ നിസ്സാരന്മാരാണെന്ന്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും എവിടെ നിന്നുകൊണ്ട് കവലയിൽ വന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോ ആ പ്രസംഗം അത് കേട്ട് മുഴുവൻ അത് സത്യമാണെന്ന് വിശ്വസിക്കാതെ, അതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സുകളിൽ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സംശയം ദൂരീകരിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ടാണ്. ഒന്നും അറിയാതെ 1ഓ 2ഓ നേതാക്കന്മാരുടെ പ്രസംഗം കേട്ട് അത് തന്നെയാണ് സത്യമെന്ന് വിശ്വസിച്ചിട്ട് കവലകളിൽ വന്ന് പ്രസംഗിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് സംശയം തോന്നിയാൽ, ആ കാര്യങ്ങളെക്കുറിച്ച്, ഏത് കാര്യത്തെക്കുറിച്ചാണോ സംശയം തോന്നിയത്, ആ കാര്യത്തെക്കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ സംശയം ദൂരീകരിക്കണം. ഇനി ഒരാളെ കൊണ്ട് നിങ്ങളുടെ സംശയം തീരുന്നില്ലേ, മറ്റൊരാളുടെ അടുത്തേക്ക് കൂടി പോകണം. അങ്ങനെ നമ്മുടെ സംശയം ദൂരീകരിച്ചുകൊണ്ട് നമ്മളുടെ ദീനിനെ നമ്മൾ പരിപൂർണമാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിനെ സംശുദ്ധമാക്കണം. അങ്ങനെ തഖ്വയോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് ഗമിക്കണം. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശുദ്ധ ദീനിനെ നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കണം. ഓരോ വ്യക്തികളെയും ഓരോ സംഭവങ്ങളെയും അറിയാൻ നാം മനസ്സിലാക്കണം. മഹാന്മാരായിരിക്കുന്ന ആളുകൾ രചിച്ച കൃതികളൊക്കെ ഒരുപാടുണ്ട്. നമുക്കതിലൂടെയൊക്കെ വിജ്ഞാനം കരസ്ഥമാക്കാൻ സാധിക്കും. നമ്മൾ ആ മാർഗങ്ങളൊക്കെ പിൻപറ്റണം. അതിലെ പരിഭാഷകളൊക്കെ പരിശോധിക്കുമ്പോൾ പരിഭാഷ എഴുതിയത് ആരാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നുകൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ ഉൾപ്പെടുത്തുക. ചില ആളുകള് ജിന്നിന് കൊതുക് എന്ന അർത്ഥം വെച്ചിട്ടൊക്കെ ഹദീസുകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ജിന്നിനല്ല, പിശാചിന്. നമ്മൾ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ പിശാചിൽ നിന്ന് കാവലിനെ തേടുന്നു, ആൺപിശാചിനെ തൊട്ടും പെൺപിശാചിനെ തൊട്ടും കാവൽ തേടുന്നു എന്ന് അർത്ഥം വരുന്ന ഹദീസുകൾക്ക് ചില ആളുകൾ പരിഭാഷ എഴുതി വെച്ചത് ആൺകൊതുകിൽ നിന്നും പെൺകൊതുകിൽ നിന്നും കാവലിനെ തേടുന്നു എന്നാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. അത്തരം പരിഭാഷകരും നമ്മുടെ നാടുകളിലുണ്ട്. അതുകൊണ്ട് തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സംശയം വരുമ്പോൾ, ഇനി ഏതെങ്കിലും പരിഭാഷ വാങ്ങി വായിച്ചപ്പോൾ സംശയം വന്നതാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക? ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ കുറിച്ച് സംശയം ദൂരീകരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അറബി അറിയുന്ന ആളാണോ എങ്കിൽ അതിനോടുതകുന്ന രീതിയിലുള്ള കിതാബുകൾ പഠിക്കുക. അപ്പോൾ കിതാബുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന്. ആ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം നമ്മൾ സംശുദ്ധമാക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിത വിജയം വരിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ യാ റബ്ബൽ ആലമീൻ.
برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.